എല്ലാവർക്കും ജെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ് റോളാണ്, അല്ലെങ്കിൽ എഗ് റാപ്പ് എന്നൊക്കെ പറയും. വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതെല്ലായിടും എത്തത്തക്ക രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തുകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഞാനിവിടെ നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവം പോലെയൊക്കെ കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് നന്നായി ഒന്ന് വീണ്ടും കുഴച്ചെടുക്കുക. മാവ് ഇവിടെ കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോരോ ബോൾസാക്കി മാറ്റാം. ഞാനിവിടെ മീഡിയം സൈസ് ബോളായിട്ടാണ് ഈ മാവിനെ എടുക്കുന്നത്. ഒരുപാട് വലുതും ഒരുപാട് ചെറുതും ആക്കുന്നില്ല. ആ തരത്തിലുള്ള 5 ബോൾസ് നമുക്കിതിൽ നിന്ന് കിട്ടും. ഞാനിവിടെ മാവെല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം മുട്ടയാണ്. ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നമ്മളുടെ ഓരോ പറാത്തയ്ക്കും ഓരോ മുട്ട വീതം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ മുട്ടയിലേക്ക് ഒരല്പം ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബോൾസാക്കി വെച്ചിരിക്കുന്ന മാവിനെ ഒരു ചപ്പാത്തി പലകയിലിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒട്ടും തന്നെ പൊടി ചേർക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അല്പം എണ്ണമയം തൂവിയിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. ഇനി ഈ പരത്തിയ മാവിൽ നിന്ന് നടുവിൽ വെച്ച് നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മൈദ മാവ് ചെറുതായി ഒന്ന് തൂവി കൊടുക്കാം. ഇതിനെ നമുക്ക് ഒരു വശത്ത് നിന്ന് ചെറുതായി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമുക്കിത് ലെയറായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അല്ലാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്. സാധാരണ ചപ്പാത്തി പരത്തും പോലെ പരത്തി ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ്. ഇതിനൊരു ലെയർ കിട്ടുകയും ചെയ്യും. ഇത് ഞാനിവിടെ മടക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം. ശ്രദ്ധിക്കാനുള്ള കാര്യം, പരത്തിയെടുക്കുന്ന സമയത്തൊന്നും തന്നെ നമ്മൾ മാവ് ചേർത്ത് പരത്തുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് പരത്തിയെടുക്കാവുന്നതാണ്. ഇതിനിവിടെ ഞാൻ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പരത്തിയെടുത്ത് പൊറാത്ത ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിലിട്ട് മാത്രമേ നമ്മൾ ചുട്ടെടുക്കാവൂ. ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. 2-3 വട്ടമായിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരല്പം എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. 2 സൈഡും നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിതിനെ വീണ്ടും ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ പൊറാത്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ എല്ലാ വശത്തും എത്തത്തക്ക രീതിയിൽ നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പറാത്തയേക്കാൾ അല്പം കൂടി വലിപ്പത്തിൽ വേണം ഈ മുട്ട ഒന്ന് പൊരിച്ചെടുക്കേണ്ടത്. ഉടനെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച പറാത്ത ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടുകം കൊണ്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് ഇളകി വരാതിരിക്കാനാണ്. ഇതിൻ്റെ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ 1 മിനിറ്റ് കൂടി തീയിൽ വെച്ചിരിക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്.
ഇതിനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പച്ചക്കറികളാണ്. ഞാനിവിടെ കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട്, കുറച്ച് സവാള, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞ അല്പം ക്യാരറ്റ്, ഒരല്പം ക്യാപ്സിക്കം. ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുക്കാവുന്നതാണ്. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പറാത്തയിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിക്കുന്നില്ല, വീഡിയോ വളരെ ലെങ്തി ആയി പോകും. മാത്രമല്ല മയോണൈസ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ കയ്യിൽ എന്തൊക്കെയാണോ പച്ചക്കറികളുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലുള്ളതാണ് ഞാനിതിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് തക്കാളി അടക്കമുള്ള മറ്റ് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഇതിൻ്റെ നടുവിൽ നീളത്തിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 2-3 തുള്ളി ലൈം ജ്യൂസോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരല്പം ടൊമാറ്റോ കെച്ചപ്പ്, അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും കൊടുത്തിരിക്കാം. ഇതിനെ നമുക്ക് 2 വശത്തു നിന്നായിട്ട് പിടിച്ച് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഫോയിലോ പൊതിഞ്ഞെടുക്കാവുന്നതാണ്. ബട്ടർ പേപ്പറും ഫോയിലും ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് നടുവിലൊന്ന് കുത്തിയെടുത്ത് കൊടുത്താൽ അത് ഇളകിപ്പോകാതെ ഇരിക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു സാധനമാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വലിയ വില കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതില്ല. ഞാനിവിടെ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.